காலையில இருந்து நான் பாத்துட்டு இருக்கேன். ஏன் எழுந்திருக்கல? மணி 10 ஆயிடுச்சு. ஏன் பேச மாட்டேங்கிற? என்கிட்ட பிணக்கமா? ஐயே அசிங்கம். നോക്കണ്ട. പോയിക്കോ പോയിക്കോ. മുട്ട വാങ്ങാൻ പോക മാട്ടേൻ. പ്രേമ, പുതിയ അധ്യായം തുറന്നപ്പോ പഴയ അധ്യായം അടച്ചോടാ. അവനിപ്പോ ഒരു ആനമുട്ട കിട്ടിയിട്ടുണ്ട്. നിക്കടിയാടാ. യവനെ നമ്പി നീ മുട്ടയിട്ടാ നീ പെടും. യവന് ലോകത്തുള്ള സകല പെടക്കോഴികളെ മുട്ടയടിപ്പിക്കണം എന്ന് ആശ. ചാത്തൻ മിണ്ടരുത്. അകത്തൊരു കോഴി മുട്ടയിട്ടിട്ടുണ്ട്. അവളിരുന്ന് പൊരുന്നതിന് മുമ്പ് ഇറക്കി വിടാൻ നോക്ക്. മുട്ട തിന്നുന്ന മുട്ടയെ പോലെ എന്താടാ അവള് ചത്തോ? അവളകത്തില്ല, മുങ്ങിയതാ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാം അവള് മുങ്ങും. കള്ളി അവള്, കള്ളി. വല്ലോ കട്ടോണ്ട് പോയിട്ടോ നോക്ക്. ഓ, കട്ടോണ്ട് പോലോണ്ട് ഇരിക്കല്ലേ? എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ ഈശ്വര. മുട്ട പൊട്ടി. അന്വേഷിക്കും. പുഴയെ കുളിച്ചിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഒരു ബാത്റൂം ഇല്ലാതെ ഭയങ്കര കഷ്ട. നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ ഈ പുഴക്കരയിലും പൊന്തയുടെ മറയിലൊക്കെ ആയിട്ട് ഇങ്ങനെ. അല്ല ചേട്ടാ, ഞാനും അത് തന്നെയാ ചെയ്തേ. ശരി. ആരോട് ചോദിച്ചിട്ടാടി ഈ സാരി എടുത്തത്? ആരോടും ചോദിച്ചില്ല. പെട്ടിയില് സാരികൾ ഇരിക്കണ കണ്ടപ്പോ ഒന്ന് ഞാൻ എടുത്തു. നായിന്റെ മോളെ, ഇതെന്താന്നറിയോ? ഇതാരാന്നറിയോ? നിനക്കൊന്നും തൊടാനുള്ള അർഹതയില്ലടി. അതൊക്കെ മധു എങ്ങനെ അറിയാനാ? മിണ്ടരുത്. ഇന്നലെ ഞാൻ വെറും വാക്ക് പറഞ്ഞതാ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. തിരിച്ചു വരുമ്പോ ഇവളെ ഇവിടെ കണ്ട കൊല്ലിങ്ങ നിന്നെ. എന്തിനാ സാരി എടുത്തേ? ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചിരിക്കണത് അതൊക്കെ. ആരുടെ അത്? ഇന്ദ്രേച്ചിയുടെ. ബ്ലൗസ് മധു പോവാന്ന് സമാനായില്ലേ? നീ എന്താ കൂടെ പോരുന്നില്ലേ? അധ്യായം അടച്ചോ? അടച്ചിട്ടൊന്നുമില്ല. അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അഡ്രസ് അത് ശരിയാണെന്നെന്താ ഉറപ്പ്? എടാ, അവള് തിരുമുടിഞ്ഞ കള്ളിയാ. അല്ലെങ്കിൽ രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് പറ്റിക്കൂടാൻ നോക്കൂ. അവൾ അങ്ങനെ പറ്റിക്കൂടാൻ നോക്കിയോന്നല്ല. അവളുടെ പാന്റ് ഷർട്ടൊന്നും ഉറങ്ങണ വരെ ഉടുക്കാൻ പെട്ടിന്ന് ഒരു സാരി ബ്ലൗസ് എടുത്തു. ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചേക്കണ സാധനം അവൾക്കറിയില്ലല്ലോ. നിനക്കും അവക്കും ഇതുവരെ ഒരു സാരിയും ബ്ലൗസ് വരയ്ക്കും. പക്ഷെ എനിക്കങ്ങനല്ല. ഇതൊക്കെ എന്റെ ജീവിതം. ഞാൻ തരുമാ. വേണ്ട. ചന്ദ്രേട്ടൻ വിചാരിക്കണ പോലെ അല്ല കുട്ടി. ചാലക്കുടിക്ക് അടുത്ത അഷ്ടമിച്ചിട്ടല്ല ഞങ്ങളുടെ വീട്. വലിയ പേരുടെ കുടുംബമായിരുന്നു. ഇപ്പൊക്കെ നശിച്ചു. അച്ഛൻ ചെറുപ്പത്തില് മരിച്ചതാ. പിന്നെ ഒരു ഏട്ടനുണ്ട്. അയാൾ ആ കുടുംബം നോക്കി കൂടപ്പറപ്പുകളൊക്കെ വളർത്തിയത്. ചന്ദ്രേട്ടനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാള്. അയാൾക്ക് പെട്ടെന്ന് ഹാർട്ടിന് എന്തോ തകരാറ് വന്നു. അപ്പൊ ഈ കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. കാശിന് ബുദ്ധിമുട്ടായപ്പോ നിർത്തി. ഇപ്പൊ ഹൈദരാബാദിൽ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിയുണ്ട്.
കുടുംബം നോക്കണതും ഏട്ടന്റെ ചികിത്സയും ഒക്കെ ആ കുട്ടി തന്നെയാ. 2 ആഴ്ച മുമ്പ് ഏട്ടന് പെട്ടെന്ന് സുഖരോടി ആശുപത്രിയിലായി. ഒരു ഓപ്പറേഷൻ നടത്തിയ ആള് ചിലപ്പോൾ രക്ഷപ്പെടും. അതിന് കാശ് കുറെ വേണം. ആ കുട്ടി അവളുടെ ആഫീസിൽ നിന്ന് 2 ലക്ഷം രൂപ അടിച്ചോണ്ട് മുങ്ങിയതാ. ഇതെന്നോട് നേരത്തെ പറയാറുന്നില്ല. ഞാനിപ്പോഴല്ല അറിയണത്. ഈ ലോകത്ത് ഇങ്ങനെയുണ്ട് ആളുകൾ. ഞാൻ ആശുപത്രി മരിക്കാൻ കിടന്നപ്പോ എന്റെ കൂടപ്പുറപ്പോൾ ഒന്നും മുഖം കാണിച്ചു പോയി. ഈ കുട്ടി വാ. പോണതിന് മുമ്പ് ആ കുട്ടിക്ക് ചന്ദ്രൻ 2 മാപ്പ് പറയണമെന്നുണ്ട്. എന്തിന്? പേടിക്കണ്ട, ചന്ദ്രേട്ടൻ വഴക്കൊന്നും പറയില്ല. ശരിക്കും മാപ്പ് പറയണ്ട ഞാൻ കുട്ടിയോട് മോശമായി പെരുമാറി. ചോദിക്കാതെ പെട്ടി തുറന്ന് സാരി എടുത്തത് എന്റെ തെറ്റാ. പ്രേമൻ പറഞ്ഞപ്പോഴാ അതാരുടെയാന്നൊക്കെ ഞാൻ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം. സാരല്ല, എന്റെ ജീവിതത്തിൽ ഈ സാരിയും ബ്ലൗസും ഒക്കെ ഉള്ളൂ. ബാക്കി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും ചോദിക്കാണ്. നമ്മൾ ജോലി ചെയ്യണ സ്ഥലത്തുനിന്ന് ചോദിക്കാണ്ട് കാശ് എടുത്തോണ്ട് പോരാന്ന് വെച്ചാ കുട്ടി ചെയ്ത് തെറ്റല്ലേ? തെറ്റാണ്. എന്റെ ഏട്ടന്റെ ജീവൻ. മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല. അതിനെന്തും ഞാൻ ചെയ്യും. എന്തും. ഞാൻ പോട്ടെ. നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചേന്. ഒരു ദിവസം തങ്ങാനിടം തന്നേന് മറക്കില്ല. പോയിട്ട് വാ. എന്ത് സഹായത്തിനും ഇവിടെ ഒരേട്ടനുണ്ടെന്ന് വിചാരിച്ചോ. ICU ദാ അവിടെ. മോളെ, ഈശ്വര, എന്തിനാ മോളെ നീ അവരുടെ കാശും കൊണ്ട് പോകുന്നത്? അവരിവിടെയൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താന്ന് പറഞ്ഞേ? കാശടച്ചാ ഉടനെ ഓപ്പറേഷൻ നടത്താന്നാ പറഞ്ഞത്. ഉടനെ നടത്താൻ പറയണം. എന്നെ നോക്കണ്ട മോളെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. മോളെ, ഉറക്കം വരുന്നേ. വായിക്കാൻ കൊച്ചു പുസ്തകമൊന്നുമില്ലേ? വായിക്കട്ടെ? വായിക്കേ. ഇവൻ നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കുകയാണല്ലോ. ഏയ്, പുള്ളി തുടങ്ങിയിട്ടില്ല. എന്ത്? ചന്ദ്രേട്ടൻ പറഞ്ഞേ? പഠിക്ക്. പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ലേ? കഥയുടെ പേര് അതിരസം അമ്മിണി. അതിരസം അമ്മിണിയോ? ആരാന്ന്? അയ്യോ, ഇതെന്താടാ? മിണ്ടാണ്ടും പറയാണ്ട് കയറുന്ന പണ്ടത്തെ ചിലപ്പോ കത്തി കയറുട്ടോ. നിനക്ക് മിണ്ടാൻ പാടില്ല പണ്ടാരം. ഏതാണ്ട് സ്വർണം കെട്ടിപ്പോയി വെച്ചേക്കണ പോലെ. അവനെവിടെ ചന്ദ്രന്റെ പോക്കറ്റ് ഉണ്ട്, എടുത്തോ. എന്താ ആളക്കളിയാക്കണ? മണിയണ്ണന് ഇപ്പൊ എന്താ വേണ്ട? എടാ, എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു. ആര് പറഞ്ഞു? ദാസപ്പൻ പണ്ടിടെ ചില്ലുടഞ്ഞു പറഞ്ഞു. കല്ലെറിഞ്ഞതാ? കല്ലെറിഞ്ഞൊന്നല്ല, പിന്നെ വെടിവെച്ച. വെടിവെച്ചാ? ആരാണെന്ന് ആർക്കറിയാം. അന്ന് വണ്ടിടിച്ചൊരു പെണ്ണൊന്നും പറഞ്ഞില്ല. അതെ, അവൾ അന്വേഷിച്ചൊന്നവരാരാണ്. എന്നിട്ട് അവനൊന്നും പറ്റിയോടാ? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഏതായാലും അവരോട് സൂക്ഷിക്കാൻ പറ. പറഞ്ഞ കേക്കണ ആളാണല്ലോ.
എന്താ പിന്നെ ഇങ്ങോട്ട് പോന്നേ? ചോദിച്ചിട്ടില്ലേ? ഇതുപോലത്തെ ഒരുപാട് കരച്ചിൽ കണ്ടിട്ടുള്ളതാ. കരയാതെ കാര്യം പറ. എന്റെ ഏട്ടൻ മരിച്ചു. ഞാൻ കാട്ടിക്കൂട്ടിയതൊക്കെ വെറുതെയായി. അതിന് ഇങ്ങോട്ട് പോകുന്നതിനാ? ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? എന്താവശ്യത്തിനും ഇങ്ങോട്ട് പോന്നോളെ. ഓ, ഇനിയിപ്പോ നിനക്ക് എന്താവശ്യം? ചന്ദ്രേട്ടനും കൊല്ലണോ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞങ്ങളുടെ നാശത്തിനാ നീ വന്ന് കേറിയത്. നിന്നെ തേടി നടക്കുന്നവരുടെ കൂട്ടത്തില് ഗിരിയുണ്ടോ? ഗിരിയോ? ആരാത്? പിന്നെന്തിനാ അവര് ഞങ്ങളെ കൊല്ലാൻ നോക്കണേ? നീ കാശ് കട്ടതിന് നിന്നല്ലേ കൊല്ലേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ചന്ദ്രേട്ടൻ എവിടെ? സമാധാനിക്ക്. ഒന്നും നമ്മുടെ കയ്യിലല്ല. പോകേണ്ട സമയം വന്ന എല്ലാരും പോണം. ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ? വിധി ഏട്ടന് വേണ്ടി ചെയ്യാൻ പറ്റണതും അതിനപ്പുറം ചെയ്തില്ലേ? അങ്ങനെ സമാധാനിക്ക്. ഇനി കുട്ടി പറഞ്ഞ പോലെ അവിടെ നിർത്തി പണം തിരിച്ചു കൊടുക്കണം. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഏട്ടനില്ലാണ്ടായെന്ന് വിചാരിക്കണ്ട. ഞാനുണ്ട്, എന്നും ഉണ്ടാവും. ഞാൻ കാരണം ചന്ദ്രേട്ടന്റെ ജീവനൊപ്പോ ആരോ ഷൂട്ട് ചെയ്തു പറഞ്ഞു. അത് സാരല്ല. ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലല്ലേ മരിക്കാൻ പേടി. ഞാനത് ഏത് സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. എന്നെ കുറിച്ച് എന്താ അറിയാ? ഈ ദേഹത്ത് ഒരുപാട് മുറിവുകളുണ്ട്. അതിലും കൂടുതലുണ്ട് ഈ മനസ്സിൽ. ചില കണക്കുകൾ തീർക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നു. അന്നെന്റെ പെട്ടിന്നൊരു സാരി എടുത്തില്ലേ? അതെന്റെ ഇന്ദ്രയുടെ. എന്നെ ഇത്രയും സ്നേഹിച്ചൊരാളുണ്ടായിട്ടില്ല. ഞാനും